ഓം നമഃശിവായ. നാളെ ശുഭമാണോ എന്നുള്ള പ്രതിദിന ജ്യോതിഷ പരമ്പരയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളെയും ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്നുള്ള പ്രാർത്ഥനയോടുകൂടി വളരെ സ്നേഹത്തോടെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നാളെ 2024 ഓഗസ്റ്റ് മാസം 10-ാം തീയതി ശനിയാഴ്ച ദിവസം 1199 കർക്കിടക മാസം 26-ാം തീയതി ഇന്ത്യൻ തീയതി ശ്രാവണ മാസം 19-ാം തീയതി. നാളത്തെ സൂര്യോദയം രാവിലെ 6:18 അസ്തമയം വൈകുന്നേരം 6:40 നാളത്തെ തീയതി ഷഷ്ടി തീയതിയാണ്. നാളത്തെ ഉദയാൽപരം നക്ഷത്രം ചിത്തിര നക്ഷത്രമാണ്. ചിത്തിര നക്ഷത്രം ആരംഭിക്കുന്ന സമയം ശനിയാഴ്ച പുലർച്ചെ 2:44 അവസാനിക്കുന്ന സമയം എന്ന് പറയുന്നത് ഞായറാഴ്ച പുലർച്ചെ 5:51 അപ്പോൾ ഈ സമയത്ത് ജനിക്കുന്ന കുട്ടികൾ ചിത്തിര നക്ഷത്ര ജാതകരാണ്. ചിത്തിര നക്ഷത്രം ആരംഭിക്കുന്ന സമയം എന്ന് പറയുന്നത് ശനിയാഴ്ച ആരംഭിക്കുന്ന സമയം, അതായത് ശനിയാഴ്ച എന്ന് പറഞ്ഞാൽ വെള്ളിയാഴ്ച അർദ്ധരാത്രി കഴിഞ്ഞുള്ള 2:44. ശനിയാഴ്ച 2:44 AM എന്ന സമയത്താണ് ചിത്തിര നക്ഷത്രം ആരംഭിക്കുന്നത്. ചിത്തിര നക്ഷത്രം അവസാനിക്കുന്ന സമയം എന്ന് പറയുന്നത് ഞായറാഴ്ച പുലർച്ചെ സൂര്യോദയത്തിന് തൊട്ട് മുമ്പ് 5:51 അപ്പോൾ ഞായറാഴ്ച പുലർച്ചെ സൂര്യോദയം 6:18 അതിന് തൊട്ട് മുമ്പ് 5:51 വരെ ചിത്തിര നക്ഷത്രം ഉണ്ടായിരിക്കും എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. ചിത്തിര നക്ഷത്രത്തിൻ്റെ പ്രത്യേകത, അതിൻ്റെ ആദ്യത്തെ 2 പാദങ്ങൾ കന്നിക്കൂറിലും അവസാനത്തെ 2 പാദം തുലാക്കൂറിലുമായിട്ടാണ് ജ്യോതിഷം ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യ പാദത്തിൻ്റെ സമയം എന്ന് പറയുന്നത് ശനിയാഴ്ച പുലർച്ചെ 2:44 AM മുതൽ ശനിയാഴ്ച ഉച്ച കഴിഞ്ഞ് 2:44 PM വരെയുള്ള സമയമാണ് കന്നിക്കൂറിൽപ്പെട്ട ചിത്തിര നക്ഷത്ര സമയം എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത്. അപ്പോൾ ശനിയാഴ്ച ഉച്ച കഴിഞ്ഞ് 2:44 PM മുതൽ ഞായറാഴ്ച പുലർച്ചെ 5:51 വരെ, സൂര്യോദയത്തിന് തൊട്ട് മുമ്പുള്ള 5:51 വരെയുള്ള സമയം തുലാക്കൂറിൽപ്പെട്ട ചിത്തിര 2 പാദത്തിൻ്റെ സമയമാണെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. ചിത്തിര നക്ഷത്രം എന്ന് പറഞ്ഞാൽ അസുരഗണത്തിൽപ്പെട്ട സ്ത്രീ നക്ഷത്രമാണെന്നുള്ളതും അറിഞ്ഞിരിക്കുക. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ഈ അധ്യായത്തിൽ ചിന്തിക്കുന്ന വിഷയം, നാളെ ചിത്തിര നക്ഷത്ര ദിവസമാണ്. ചിത്തിര നക്ഷത്ര പ്രകാരം ഏതൊക്കെ നാളുകാരുടെ ജീവിതത്തിലാണ് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുന്നത് എന്നുള്ളതിനെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. നാളത്തെ ദിവസം അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുന്നത് ആയില്യം, തിരുവോണം, അവിട്ടം, പൂരം, അത്തം, മകയിരം, തിരുവാതിര, ഇത്രയും നാളുകാരുടെ ജീവിതത്തിലാണെന്നാണ് ജ്യോതിഷം പറയുന്നത്. നാളത്തെ ദിവസം അനുകൂലമായ ഫലങ്ങൾ പ്രതീക്ഷിക്കാവുന്നത് ആയില്യം, തിരുവോണം, അവിട്ടം, പൂരം, അത്തം, മകയിരം, തിരുവാതിര, ഇത്രയും നാളുകാരുടെ ജീവിതത്തിൽ നാളത്തെ ദിവസം അനുകൂലമായ ഫലങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. നാളത്തെ ദിവസം പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരുവാൻ സാധ്യതയുള്ളത് ഏതൊക്കെ നാളുകാർക്കാണെന്നുള്ളത് ചിന്തിക്കാം. നാളത്തെ ദിവസം അശ്വതി, ഉത്രം, മകം, പൂയം, ഇത്രയും നാളുകാർക്ക് നാളത്തെ ദിവസം പ്രതികൂലമായ അനുഭവങ്ങൾ അവരെ തേടി വരുവാൻ സാധ്യതയുണ്ട്. നാളത്തെ ദിവസം ഏതൊരു കാര്യത്തിൽ ഏർപ്പെട്ടാലും വളരെ ശ്രദ്ധ വേണം, സൂക്ഷിക്കണം. ചതിവ് പറ്റാനിടയുണ്ട്, അല്ലെങ്കിൽ തിക്താനുഭവങ്ങൾക്ക് സാധ്യതയുണ്ട്. അതുകൊണ്ട് സൂക്ഷിക്കണം. പ്രതികൂലമായ അനുഭവങ്ങളായും അത് മാറാം. അപ്പോൾ അങ്ങനെയാണ് ജ്യോതിഷം പറയുന്നത്. അതുകൊണ്ട് ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം എന്നൊരു മുന്നറിയിപ്പ് തരികയാണ്. ബാക്കിയുള്ള നാളുകാരെ സംബന്ധിച്ച് സുഖദുഃഖ സമ്മിശ്രമായ അനുഭവങ്ങളായിരിക്കുമെന്ന് ജ്യോതിഷം പറയുന്നു. ഇനി നമ്മൾ ഈ അധ്യായത്തിൽ ചിന്തിക്കുന്നത്, നാളത്തെ ദിവസം ശനിയാഴ്ച ദിവസമാണ്, ശുഭദിനമല്ല എങ്കിലും മനുഷ്യജീവിതത്തിൽ ഒരുപാട് പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുവാൻ ശുഭസമയം അന്വേഷിക്കുന്നവരുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടി നാളെ ശനിയാഴ്ച ദിവസമാണെങ്കിലും പകൽ സമയത്തെ ശുഭസമയം എടുത്തു പറഞ്ഞുതരാം. രാവിലെ, അതായത് ശനിയാഴ്ച രാവിലെ 7:48 മുതൽ 9:18 വരെ ശുഭസമയമാണ്. പിന്നീട് 10:48 മുതൽ ഉച്ചയ്ക്ക് 12:24 വരെ ശുഭസമയമാണ്. അത് കഴിഞ്ഞാൽ ഉച്ച കഴിഞ്ഞ് 1:48 മുതൽ 5:18 വരെ ശുഭസമയമാണ്. ഈ സമയം നോക്കി പ്രധാനപ്പെട്ടതായ കാര്യങ്ങൾ ചെയ്തെടുക്കുക, ജീവിത വിജയം നേടുക എന്ന് ജ്യോതിഷം ഓർപ്പിക്കുന്നു. അപ്പോൾ ഇനി സംഖ്യാശാസ്ത്രമാണ് ചിന്തിക്കുന്നത്. സംഖ്യാശാസ്ത്രം എന്ന് പറയുന്നത് നാളത്തെ ഇംഗ്ലീഷ് മാസ തീയതി വെച്ചാണ്. നാളത്തെ തീയതി 10 ഒറ്റ സംഖ്യയാക്കുമ്പോൾ 1 വരും. അപ്പോൾ ഏതൊരു മാസത്തെയും 1, 10, 19, 28 എന്നീ തീയതികളിൽ ജനിച്ചവരുടെ ജന്മസംഖ്യ 1 വരും. അപ്രകാരമുള്ളവർക്ക് നാളത്തെ ദിവസം പ്രതികൂലമായ അനുഭവങ്ങളാണ് വന്നു ചേരാൻ സാധ്യത. അപ്പോൾ അതിന് പരിഹാരം പറയുന്നുണ്ട്. മഞ്ഞ, ഇളം നീല, ഇളം ചുവപ്പ് എന്നീ നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിച്ചാൽ മതി. അതും കൂടുതൽ മെച്ചപ്പെട്ട ഫലങ്ങൾ വന്നു ചേരുന്നത് പേരിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ AIJQY എന്നീ അക്ഷരങ്ങളുള്ളവർക്കാണെന്നും പറയുന്നു. അപ്പോൾ ഒന്നുകൂടെ പറഞ്ഞുതരാം.
സംഖ്യാശാസ്ത്രം പറയുന്നത് ഇംഗ്ലീഷ് മാസ തീയതി വെച്ചാണ്. നാളത്തെ തീയതി 10 അതിനെ ഒറ്റസംഖ്യ ആക്കുമ്പോൾ 1 വരും. അപ്പോൾ ഏതൊരു മാസത്തെയും 1, 10, 19, 28 എന്നീ തീയതികളിൽ ജനിച്ചവരുടെ ജന്മസംഖ്യ അല്ലെങ്കിൽ അത് ഒറ്റസംഖ്യ ആക്കുമ്പോൾ 1 വരുന്നത്. അപ്രകാരമുള്ളവർക്ക് നാളത്തെ ദിവസം പ്രതികൂലമായ അനുഭവങ്ങളാണ് വന്നു ചേരാൻ സാധ്യതയുള്ളത്. അപ്പോൾ ആ പ്രതികൂലമായ അനുഭവങ്ങൾ മാറി നല്ല അനുഭവങ്ങൾ വന്നു ചേരണമെങ്കിൽ 2 യോഗ്യതകൾ പറയുന്നു. ഒന്ന്, പേരിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ AIJQY എന്നീ അക്ഷരങ്ങൾ വേണം. രണ്ടാമത്തെ യോഗ്യത, നാളത്തെ ദിവസം നല്ല അനുഭവങ്ങൾ വന്നു ചേരണമെങ്കിൽ മഞ്ഞ, ഇളം നീല, ഇളം ചുവപ്പ് എന്നീ നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിക്കണം. അപ്പോൾ ഈ 2 കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നാളത്തെ ദിവസം സംഖ്യാശാസ്ത്രപ്രകാരം നല്ല അനുഭവങ്ങൾ വന്നു ചേരുന്ന ദിവസമായിരിക്കുമെന്നുള്ളത് അറിഞ്ഞുകൊള്ളണം എന്നാണ് സംഖ്യാശാസ്ത്രം പറയുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. തീർച്ചയായിട്ടും എല്ലാ ദിവസവും വീഡിയോ കാണുവാൻ ശ്രമിക്കുക. ജ്യോതിഷപരമായിട്ടുള്ള കാര്യങ്ങളാണ് നിത്യവും വീഡിയോയിൽ കൂടി പ്രിയപ്പെട്ടവരുമായിട്ട് പങ്കുവയ്ക്കുന്നത്. ആദ്യമായിട്ട് കാണുന്നവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. തീർച്ചയായിട്ടും എല്ലാ ദിവസവും വീഡിയോ കാണുവാൻ ശ്രമിക്കുക എന്നുള്ളതാണ് എനിക്ക് പറഞ്ഞു തരാനുള്ളത്. അപ്പോൾ ഇനി നമ്മൾ ചിന്തിക്കുന്ന വിഷയം, ഈ അധ്യായത്തിൽ ചിന്തിക്കുന്നത് നക്ഷത്രഫലമാണ്. നക്ഷത്രഫലം നാളെക്കുറിച്ചുള്ള ഒരു ലഘുവായിട്ടുള്ള ഒരു അറിവാണ്. നമുക്കത് 12 കൂറുകാരുടെയും നാളത്തെ അനുഭവം എങ്ങനെയൊക്കെ ഉള്ളതായിരിക്കുമെന്നതിനെ കുറിച്ച് ചിന്തിക്കാം. അപ്പോൾ നാളത്തെ ദിവസം പ്രധാനമായിട്ടും മേടക്കൂറുകാരുടെ കാര്യം ആദ്യം ചിന്തിക്കാം. മേടക്കൂറിൽപ്പെട്ട അശ്വതി, ഭരണി, കാർത്തിക, കാൽ നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ഗ്രഹനില ഒന്ന് നോക്കാം. അവർക്ക് 6ാം ഭാവത്തിൽ ചന്ദ്രൻ നിൽക്കുന്നു. അവരുടെ 11ാം ഭാവത്തിൽ ശനി നിൽക്കുന്നു. അപ്പോൾ 11ാം ഭാവത്തിൽ നിൽക്കുന്ന ശനിക്കാണ് നാളത്തെ ദിവസം കൂടുതൽ ബലമുള്ളത്. അതായത് ശനിയുടെ ദിവസമാണ്. ശനി 11ാം ഭാവത്തിലാണ്. പാപഗ്രഹത്തിന് പറഞ്ഞിരിക്കുന്ന അതേ സ്ഥാനത്ത് തന്നെയാണ് ശനി നിൽക്കുന്നത്. പക്ഷേ ചന്ദ്രൻ ശുക്ലപക്ഷ ചന്ദ്രനാണ്, ബലമുള്ള ചന്ദ്രനാണെങ്കിലും ചന്ദ്രൻ്റെ സ്ഥിതി ഇവരെ സംബന്ധിച്ച്, മേടക്കൂറുകാരെ സംബന്ധിച്ച് 6ാം ഭാവത്തിലാണ്. അപ്പോൾ അത് നല്ലതല്ല. അപ്പോൾ ശനി കൊടുക്കുന്ന ഫലത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. ശനി ഇവർക്ക് എന്ത് കൊടുക്കും? 11ാം ഭാവത്തിൽ നിൽക്കുന്ന ശനി ഇവർക്ക് എന്താണ് കൊടുക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് ചിന്തിക്കേണ്ട ഈ കാര്യം. ഇവർക്ക് നല്ല ആരോഗ്യം കൊടുക്കും. ഇറങ്ങിത്തിരിക്കുന്ന കാര്യങ്ങൾ അവർ നേടിയെടുക്കും. നേടിയെടുക്കാതെ അവർ പിന്മാറുന്നൊരു ദിവസമല്ല. ഭാഗ്യകരമായ അനുഭവങ്ങൾ അവർക്ക് വന്നു ചേരും. ധനം വന്നു ചേരും. ഉയർന്ന നിലയിൽ നാളത്തെ ദിവസം അവർ ജീവിക്കും. നാളെ അവർ ആഡംബര പ്രിയരെ പോലെ ജീവിക്കും. ആഡംബര ജീവിതം നയിക്കും. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങൾ വരണമെങ്കിൽ എന്തായിരിക്കണം അവർക്ക് സ്ഥിതി? അവർക്ക് കുടുംബസുഖം ഉണ്ടായിരിക്കണം, ധനപരമായ നേട്ടം ഉണ്ടായിരിക്കണം, തൊഴിൽ ഗുണമുണ്ട്. ഒന്നിനും അവർക്ക് മനസ്സുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടാകാത്തൊരു ദിവസമാണ്. അതുകൊണ്ടാണ് നാളെ അവർ അടിച്ചു പൊളിച്ച് ആഡംബര പ്രിയരായിട്ട് ജീവിക്കുന്നത്. അപ്പോൾ ശനി കൊടുക്കുന്ന ഈ ഫലം, ഇവർ ആഡംബര പ്രിയരായിട്ട് ജീവിക്കണമെങ്കിൽ ഇവരുടെ മനസ്സിനും ശരീരത്തിനും എല്ലാം സുഖം, എല്ലാ കാര്യങ്ങളും ഓക്കെ ആയാൽ മാത്രമേ അവർക്ക് അടിച്ചു പൊളിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നാളത്തെ ദിവസം ഈ നാളുകാരെ സംബന്ധിച്ച്, മേടക്കൂറുകാരെ സംബന്ധിച്ച് അവർക്ക് അടിച്ചു പൊളിയുടേതായിട്ടുള്ളൊരു ദിവസമായിരിക്കും. തൊഴിൽപരമായ നേട്ടം, കുടുംബസുഖം, ദാമ്പത്യ ജീവിത സുഖം എല്ലാം അവർക്ക് അനുകൂലമാണ്. എന്നാൽ ചിലരെ സംബന്ധിച്ച് നാളത്തെ ദിവസം ശാരീരികമായ ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ വന്നെന്ന് വരാം. അതിൻ്റെ കാരണം ശനി 11ാം ഭാവത്തിൽ നിൽക്കുന്നത് പോലെ തന്നെ ചന്ദ്രൻ 6ാം ഭാവത്തിലാണ്. 6ാം ഭാവം എന്താണ്? രോഗഭാവം, ശത്രുതാഭാവം, കടബാധ്യതയെക്കുറിച്ച് ചിന്തിക്കുന്ന ഭാവം. ഈ ഭാവത്തിലാണ് ചന്ദ്രൻ നിൽക്കുന്നത്. അപ്പോൾ ജനിച്ച സമയത്ത് ചന്ദ്രനാണ് ഇവർക്ക് ദോഷം ചെയ്യുന്ന ഗ്രഹമെങ്കിൽ അങ്ങനെയുള്ളവർക്ക് നാളത്തെ ദിവസം ഈ പറഞ്ഞ തിക്താനുഭവങ്ങൾ, കടബാധകളാൽ ഭാരപ്പെടാനുണ്ട് സാധ്യതയുണ്ട്, രോഗത്താൽ ഭാരപ്പെടാൻ സാധ്യതയുണ്ട്, ശത്രുക്കളാൽ ഭാരപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള അനുഭവം ഇവർക്ക് വന്നു. ചന്ദ്രൻ ജനിച്ച സമയത്ത് പ്രതികൂലമായ സ്ഥാനത്ത് നിൽക്കുന്നവർക്ക് അങ്ങനെയുള്ള അനുഭവം വന്നു ചേരുമെന്നുള്ളതാണ് മേടക്കൂറുകാർ അറിഞ്ഞിരിക്കേണ്ട കാര്യം. ഇനി ഇടവക്കൂറാണ്. ഇടവക്കൂറിൽപ്പെട്ട കാർത്തിക, മുക്കാൽ, രോഹിണി, മകരം 2 പാദം നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം ശനിയാഴ്ച ദിവസമാണ്. ശനിയാഴ്ച ദിവസത്തിൻ്റെ അധിപനായ ശനി 10ാം ഭാവത്തിൽ നിൽക്കുന്നു. ചന്ദ്രൻ അവരുടെ 5ാം ഭാവത്തിൽ നിൽക്കുന്നു. അപ്പോൾ 5ാം ഭാവത്തിൽ നിൽക്കുന്ന ശനി, 5ാം ഭാവത്തിൽ നിൽക്കുന്ന ചന്ദ്രൻ ഈ ശനിയേക്കാളും ബലവാനാണോ? ആണെങ്കിൽ ചന്ദ്രനായിരിക്കും ഫലം ചെയ്യുന്നത്. അല്ല, ചന്ദ്രൻ ബലവാനല്ല. അതിൻ്റെ കാരണം ചന്ദ്രൻ നിൽക്കുന്നത് കന്നിരാശിയാണ്. കന്നിരാശിയുടെ അധിപനായ ബുധൻ ചന്ദ്രനെ ശത്രുവായിട്ട് കാണുന്നു. പക്ഷേ ശനിയുടെ സ്വക്ഷേത്രത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ ശനിയാണ് ഫലം കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നാളത്തെ ദിവസം 10ാം ഭാവത്തിൽ നിൽക്കുന്ന ഈ ശനി ഈ നാളുകാർക്ക്, അതായത് ആർക്കാണ്? ഇടവക്കൂറിൽപ്പെട്ട കാർത്തിക, മുക്കാൽ, രോഹിണി, മകരം 2 പാദം നാളുകാരോട് പറയും, നിങ്ങൾ സ്വന്തമായിട്ട് അധ്വാനിച്ച് ധനമുണ്ടാക്കണം. അപ്പോൾ ഈ നാളുകാർ നാളത്തെ ദിവസം സ്വന്തം പ്രയത്നം കൊണ്ട് ധനം നേടും. ബുദ്ധിപരമായി വിജയം നേടും. അവർക്ക് ആരോഗ്യമുണ്ടായിരിക്കും. ധനപരമായ നേട്ടം പ്രതീക്ഷിക്കാം. ഏതെങ്കിലും സ്ഥാപനത്തിൻ്റെയോ സംഘത്തിൻ്റെയോ ഒക്കെ ഒരു മേലധികാരി അല്ലെ അധ്യക്ഷ സ്ഥാനത്തേക്ക് അവർ കടന്നു വരാനൊരു ദിവസമാണ്. പക്ഷേ നാളത്തെ ദിവസം അതുപോലെ തന്നെ എല്ലാവരും ബഹുമാനിക്കുന്നൊരു ദിവസവും കൂടിയാണ്.
നാളത്തെ ദിവസം ഈ ഇങ്ങനെയുള്ള പൊതുപ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്നവരെ നാളത്തെ ദിവസം എല്ലാവരും ബഹുമാനിക്കുന്നൊരു ദിവസവും കൂടിയാണ്. പക്ഷേങ്കിൽ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. നാളത്തെ ദിവസം ഇവർക്ക് ഏതെങ്കിലും സ്ഥാപനത്തിൻ്റെയോ അല്ലെ സംഘത്തിൻ്റെയോ പ്രസ്ഥാനത്തിൻ്റെയോ ഒക്കെ അധ്യക്ഷ പദവിയിൽ എത്തിച്ചേർന്നാലും ശനി അവരെ അവിടെ അധികം നാൾ നിലനിർത്തത്തില്ല. ശനി പിന്നെ കുറച്ച് കഴിയുമ്പോൾ വലിച്ചു താഴെയിടും. അത് ശനിയുടെ ഒരു സ്വഭാവമാണ്. അപ്പോൾ ശനി സ്ഥിരമായിട്ട് സ്ഥായിയായിട്ട് ആ നന്മ കൊടുക്കത്തില്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അത് 10ാം ഭാവത്തിൽ നിൽക്കുന്ന ശനി ഉദ്യോഗം കൊടുത്താലും കൊള്ളാം, കച്ചവടത്തിൽ കൂടി ലാഭം കൊടുത്താലും കൊള്ളാം, എന്ത് കൊടുത്താലും അത് സ്ഥിരമായിട്ട് ജീവിതകാലം മുഴുവനായിട്ട് കൊടുക്കത്തില്ല. അത് കൊടുക്കും. 3, 6, 11 നിൽക്കുന്ന ശനിയാണെങ്കിൽ കൊടുത്താൽ കൊടുത്തതാണ്. അത് സമൃദ്ധിയായിട്ട് വാരിക്കൊരു കൊടുക്കും. പക്ഷേ 10ാം ഭാവത്തിൽ നിൽക്കുന്ന ശനി അങ്ങനെ സ്ഥായിയായിട്ട് സ്ഥിരമായിട്ട് കൊടുക്കത്തില്ലെന്നാണ് ജ്യോതിഷം പറയുന്നത്. അപ്പോൾ നാളെ ഇടവക്കൂറിൽപ്പെട്ട കാർത്തിക, മുക്കാൽ, രോഹിണി, മകരം 2 പാദം നാളുകാർ സ്വന്തം പരിശ്രമം കൊണ്ട് അവർ ധനം നേടും. അതുപോലെ തന്നെ പല കഴിവുകളും അവർ കാണിച്ച് ശോഭിക്കുന്നൊരു ദിവസമാണെന്നുള്ളതാണ് നമ്മൾ അതിൽ നിന്നും മനസ്സിലാക്കേണ്ട കാര്യം. ഇനി മിഥുനക്കൂറാണ്. മിഥുനക്കൂറിൽപ്പെട്ട മകരം 2 പാദം, തിരുവാതിര, പുണർതം, മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം ശനി 9ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. 9ാം ഭാവത്തിൽ നിൽക്കുന്ന ശനി ആണോ 4ാം ഭാവത്തിൽ നിൽക്കുന്ന ചന്ദ്രനാണോ ബലവാൻ എന്നുള്ളതാണ് ചിന്തിക്കേണ്ടത്. 4ാം ഭാവത്തിൽ ചന്ദ്രൻ നിന്നാൽ മാതൃസുഖമുണ്ടാകും, ഒരുപാട് നേട്ടങ്ങളുണ്ടാകും. പക്ഷേങ്കിൽ ഈ 4ാം ഭാവത്തിൻ്റെ അധിപനായ ബുധൻ ചിങ്ങൻ രാശിയിലാണ് നിൽക്കുന്നത്. അപ്പോൾ ചിങ്ങൻ രാശിയിൽ നിൽക്കുന്നത് കൊണ്ട് ഈ ചന്ദ്രൻ അത്ര ബലവാനല്ല. അപ്പോൾ അതാണ് ഇവിടെ ഒരു വിഷയം. ആ ക്ഷേത്രത്തിൻ്റെ അധിപൻ ഒരു പാപക്ഷേത്രത്തിലാണ് നിൽക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ കേന്ദ്രഭാവത്തിൻ്റെ അധിപൻ, അതായത് മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് 4ാം ഭാവം എന്ന് പറഞ്ഞാൽ കേന്ദ്രഭാവമാണ്. കേന്ദ്രഭാവത്തിൻ്റെ അധിപൻ 3ാം ഭാവത്തിൽ നിൽക്കുന്നത് അത്ര നല്ലതല്ല. അപ്പോൾ നാളെ ഇവർക്കും ശനി തന്നെയാണ് അനുഭവത്തെ കൊടുക്കുക. അപ്പോൾ 9ാം ഭാവത്തിൽ നിൽക്കുന്ന ശനി ഇവർക്ക് എന്ത് കൊടുക്കും? ഭാഗ്യവും നിർഭാഗ്യവും കൊടുക്കും. ഭാഗ്യവും ഭാഗ്യക്കേടുകളും കൊടുക്കും. ഒരു പക്ഷേ ധനം വന്നു ചേരും, ഇച്ചിരി കഴിയുമ്പോൾ ധനം അതുപോലെ പോയെന്നിരിക്കും. അതുപോലെ തന്നെ പുത്രന്മാർക്ക് ഉച്ചവരെ പുത്രന്മാരെ സ്നേഹിക്കുവാണെങ്കിൽ ഉച്ച കഴിഞ്ഞ് പുത്രന്മാർ ശത്രുക്കളാകും. അപ്പോൾ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ നാളത്തെ ദിവസം ധനപരമായ നേട്ടം, പുത്രഗുണം ഉണ്ടെങ്കിൽ പോലും അതെല്ലാം നാശത്തിൽ അവസാനിക്കും. സന്ധ്യ ആകുമ്പോഴത്തേന് നാശത്തിലാണ് അവസാനിക്കുക എന്നുള്ളതാണ് ജ്യോതിഷം പറയുന്ന കാര്യം. അതുപോലെ തന്നെ രാവിലെ നല്ല ഉത്സാഹത്തിൽ നല്ല പ്രഭാവത്തിൽ നിൽക്കുന്നൊരു വ്യക്തി വൈകുന്നേരം ആകുമ്പോൾ ഒന്നിനും കഴിവില്ലാത്തൊരു വ്യക്തിയെ പോലെ മാറുമെന്നൊക്കെയാണ് ജ്യോതിഷം പറയുന്നത്. ദാമ്പത്യ ജീവിത സുഖക്കുറവുണ്ടാകും. അപ്പോൾ സന്ധ്യയാകുമ്പോൾ ഈ വ്യക്തി ജീവിതത്തിൽ എല്ലാത്തിനെക്കുറിച്ചും ഒരു വിരക്തി ഉണ്ടായി. തനിക്ക് നീ ഒന്നും വേണ്ട, ഒരു സന്യാസിയെപ്പോലെ ജീവിച്ചേക്കാമെന്നുള്ളൊരു തീരുമാനമെടുക്കും. അപ്പോൾ അത്തരത്തിലുള്ള ഭാഗ്യവും ഭാഗ്യക്കേടുകളും ഈ മിഥുനക്കൂറുകാർക്ക് കൊടുക്കുമെന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത്. പ്രത്യേകിച്ച് ഇവർക്ക് 12ാം ഭാവത്തിൽ വ്യാഴം നിൽക്കുന്നു, 12ാം ഭാവത്തിൽ കുജൻ നിൽക്കുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഇവർക്ക് പൊതുവേ സമയം മോശമാണ്. അപ്പോൾ നാളത്തെ ദിവസം ശനി ഇവർക്ക് കാര്യമായിട്ടൊന്നും കൊടുക്കത്തില്ല. ശനി ചിലർക്കൊക്കെ ജനിച്ച സമയത്ത് ശനി ഉച്ചസ്ഥിതിയിലൊക്കെ ഉള്ളവർക്കൊക്കെ നാളത്തെ ദിവസം നേട്ടം വന്നു ചേരാം. അല്ലാത്തവരെ സംബന്ധിച്ച് ഭാഗ്യവും ഭാഗ്യക്കേടുകളുമായിട്ട് നാളത്തെ ദിവസം മാറുമെന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. ഇനി കർക്കിടകക്കൂറാണ്. കർക്കിടകക്കൂറിൽപ്പെട്ട പുണർതം, കാല, പൂയം, ആയില്യം നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം അവരുടെ 8ാം ഭാവത്തിലാണ് ശനി നിൽക്കുന്നത്. അപ്പോൾ 8ാം ഭാവത്തിൽ നിൽക്കുന്ന ശനിയാണ് നാളെ ഫലം കൊടുക്കുന്നത്. 3ാം ഭാവത്തിൽ നിൽക്കുന്ന ചന്ദ്രൻ അവർക്ക് കാര്യമായി ഒന്നും കൊടുക്കത്തില്ല. അപ്പോൾ നാളത്തെ ദിവസം ഈ ചന്ദ്രനേക്കാൾ കൂടുതൽ ഫലം കൊടുക്കുന്നത് ശനിയാണ്. അപ്പോൾ ശനി അവർക്ക് നാളത്തെ ദിവസം ദാമ്പത്യ ജീവിത സുഖക്കുറവൊക്കെ ആയിരിക്കും കൊടുക്കുക എന്നുള്ളതാണ് ജ്യോതിഷം പറയുന്നത് കാര്യം. പക്ഷേങ്കിൽ നല്ല ആരോഗ്യസ്ഥിതിയൊക്കെ മെച്ചമായിരിക്കും. അപ്പോൾ നാളത്തെ ദിവസം ആരോഗ്യസ്ഥിതിയൊക്കെ മെച്ചമായിരിക്കും ഒരു ദിവസമാണെന്നുള്ളതാണ് ജ്യോതിഷം പറയുന്ന കാര്യം. അപ്പോൾ ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ ഇവരിൽ നിലനിർത്തുന്ന, ഇപ്പോൾ ഇവരുടെ ജീവിതത്തിൽ ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ നിലനിർത്തുന്ന ഒരു ഗ്രഹമാണ് ശനി. അതായത് ഭർത്താവിന് ഭാര്യയോട് സ്നേഹമില്ല, ഭാര്യയ്ക്ക് ഭർത്താവിനോട് സ്നേഹമില്ല. ഇനി ഭാര്യ ഭർത്താവിനെ സ്നേഹിക്കാമെന്ന് വെച്ചാൽ ഭർത്താവായിട്ട് അംഗീകരിക്കുന്നുമില്ല. അപ്പോൾ അതുപോലെയുള്ള ഭർത്താവിൻ്റെ നാൾ ഈ കർക്കിടകക്കൂറിൽപ്പെട്ട പുണർതം, കാല, പൂയം, ആയില്യം നാളാണെങ്കിൽ ഭാര്യമാർ എത്ര സ്നേഹിച്ചെന്ന് പറഞ്ഞാൽ അവർ പറയും നിൻ്റെ സ്നേഹം എനിക്ക് വേണ്ടെന്ന് പറയും, അല്ലെങ്കിൽ നിൻ്റെ സ്നേഹം വ്യാജമാണെന്ന് പറയും. അപ്പോൾ അതുപോലൊരു സാഹചര്യത്തിൽ കൂടിയാണ് അവർ കടന്നു പോവുക. അപ്പോൾ അഷ്ടമത്തിൽ ശനി നിൽക്കുന്നതുകൊണ്ടാണ് ഇങ്ങനൊരു സാഹചര്യം ഉണ്ടാകുന്നത്. അപ്പോൾ ദാമ്പത്യ ജീവിത പ്രശ്നം ഒഴികെ ബാക്കിയുള്ള കാര്യങ്ങളിലും അവർക്ക് നാളത്തെ ദിവസം ജീവിതത്തിൽ പ്രതിസന്ധി വരാം. കുടുംബത്തിൻ്റെ സ്ഥിതിയിൽ സന്തോഷക്കുറവുണ്ടാകാം, ധനപരമായ പ്രതിസന്ധി, ധനം നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്, ധനം ഏതെങ്കിലും വിധത്തിൽ അനാവശ്യമായി നഷ്ടപ്പെടുത്തി കളയാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള അനുഭവത്തിൽ കൂടിയായിരിക്കും നാളത്തെ ദിവസം
ഈ കർക്കിടകക്കുറുകാർ കടന്നു പോകുക എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത്. ദാമ്പത്യ ജീവിത പ്രശ്നങ്ങളും ധനം അനാവശ്യമായി ചെലവഴിച്ച് കളയാനുള്ള സാഹചര്യവും ഉണ്ടാക്കി കൊടുക്കുമെന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. അല്ലെങ്കിൽ ധനം അവർക്ക് തികയാത്ത അവസ്ഥയിൽ അവരെ കൊണ്ടെത്തിക്കും. കുടുംബത്തിൻ്റെ സുഖവും തൃപ്തികരമല്ല, കുടുംബാനുഭവവും തൃപ്തികരമല്ല എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. ഇനി ചിങ്ങക്കുറുകാരെ കുറിച്ച് ചിന്തിക്കാൻ, ചിങ്ങക്കുറുകാരുടെ 7ാം ഭാവത്തിലാണ് ശനി നിൽക്കുന്നത്. 7ാം ഭാവത്തിൽ നിൽക്കുന്ന ശനി ഈ നാളുകാരെ സംബന്ധിച്ച് 7ാം ഭാവത്തിൽ നിൽക്കുന്ന ശനി ഇവർക്ക് എന്താണ് കൊടുക്കുന്നത്? 7ാം ഭാവം എന്ന് പറഞ്ഞാൽ കേന്ദ്രഭാവമല്ലേ. അപ്പോൾ കേന്ദ്രഭാവത്തിൽ നിൽക്കുന്ന ശനി ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ ഉണ്ടാക്കി കൊടുക്കും. അതാണൊരു വിഷയം. അപ്പോൾ ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ ഉണ്ടാക്കി കൊടുക്കും. നാളത്തെ ദിവസം ഇവർക്ക് കുടുംബസുഖത്തെ ഇല്ലാതാക്കും, ധനപരമായ നേട്ടത്തെ ഇല്ലാതാക്കും. പ്രതിസന്ധികളിൽ കൂടിയായിരിക്കും നാളത്തെ ദിവസം ഈ നാളുകാർ കടന്നു പോകുക എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത്. പ്രത്യേകിച്ച് ഈ ശനി അവിടെ നിന്നുകൊണ്ട് ദൃഷ്ടി ചെയ്യുന്നത്, അതായത് ഈ കുംഭക്കുറിൽ നിൽക്കുന്ന ശനിക്ക് 3ാം ഭാവത്തിലും 7ാം ഭാവത്തിലും 10ാം ഭാവത്തിലും ദൃഷ്ടിയുണ്ടെന്നാണ് ജ്യോതിഷം പറയുന്നത്. അപ്പോൾ 10ാം ഭാവത്തിൽ ദൃഷ്ടിയുണ്ടെങ്കിൽ ഇവരുടെ 4ാം ഭാവത്തിൽ, അതായത് ഇവരുടെ വീട് സംബന്ധിച്ച്, അല്ലെ വീട് വസ്തു വാഹനം സംബന്ധിച്ച്, അല്ലെ മാതാവ് സംബന്ധിച്ചൊക്കെ പ്രതിസന്ധി കടന്നു വരാൻ സാധ്യതയുള്ള ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളതാണ് ചിങ്ങക്കുറുകാരെ സംബന്ധിച്ച് അറിഞ്ഞിരിക്കേണ്ട കാര്യം. അവർക്ക് ദാമ്പത്യ പ്രശ്നങ്ങൾ ഉണ്ടാകും, അതുപോലെ തന്നെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകും, പല വിധത്തിലുള്ള മാനസികവും ശാരീരികമായ സ്ഥിതി മോശമാകും. അപ്പോൾ അങ്ങനെയുള്ള പ്രതിസന്ധികളിൽ കൂടിയൊക്കെ ആയിരിക്കും നാളത്തെ ദിവസം അവർ കടന്നു പോകുക എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനി കന്നിക്കൂറാണ്. കന്നിക്കൂറിൽപ്പെട്ട ഉത്രം, മുക്കാൽ, അത്തം, ചിത്ര 2 പാദം നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം ചന്ദ്രൻ അവരുടെ സ്വക്ഷേത്രത്തിൽ അല്ലെങ്കിൽ അവരുടെ ജന്മഭാവത്തിൽ നിൽക്കുന്നു. ശനി നിൽക്കുന്നത് 6ാം ഭാവത്തിലാണ്. അപ്പോൾ ഇവിടെ ആർക്കാണ് ബലം എന്നുള്ളതാണ് ചിന്തിക്കേണ്ടത്. ശനിയുടെ സ്വക്ഷേത്രമായ കുംഭൻ രാശിയിൽ 6ാം ഭാവത്തിൽ നിൽക്കുന്നു. ശനി എന്ന് പറയുന്ന പാവഗ്രഹം നിൽക്കുന്നത് കൃത്യമായിട്ടും 6ാം ഭാവത്തിലാണ്, കൃത്യസ്ഥാനമാണ്. എന്നാൽ ചന്ദ്രൻ 11ാം ഭാവാധിപനാണ്. 11ാം ഭാവാധിപൻ ഇവരുടെ ജന്മഭാവത്തിൽ വന്നു നിന്നാൽ നേട്ടമാണ്. പക്ഷെങ്കിൽ ഒരു പ്രശ്നം, ഈ കന്നിക്കൂറിൻ്റെ അധിപനായ ബുധൻ ശനിയെ മിത്രമായിട്ട് കാണുന്നു, പക്ഷെങ്കിൽ ഈ ചന്ദ്രനെ ശത്രുവായിട്ട് കാണുന്നു. അപ്പോൾ ആർക്കാണ് ബലം? മിത്രത്തിനാണ് ബലം, ശത്രുവിന് ബലമില്ല. അപ്പോൾ ചന്ദ്രൻ കന്നിക്കൂറിൽ നിന്നാൽ ഈ കന്നിക്കൂറുകാർക്ക് വലിയ നേട്ടമൊന്നും നാളത്തെ ദിവസം വന്നു ചേരത്തില്ല എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. അപ്പോൾ ബുധൻ നാളത്തെ ദിവസം 12ാം ഭാവത്തിൽ നിൽക്കുന്നു. 11ാം ഭാവാധിപൻ ഇവരുടെ ജന്മത്തിൽ നിൽക്കുന്നു. 2ാം ഭാവാധിപൻ 12ൽ നിൽക്കുന്നു. അങ്ങനെ ഒക്കെ നോക്കുമ്പോൾ ഏറ്റവും നല്ല ഗ്രഹസ്ഥിതി പ്രകാരം നിൽക്കുന്ന ഗ്രഹം 6ാം ഭാവത്തിൽ നിൽക്കുന്ന ശനിയാണ്. അപ്പോൾ 6ാം ഭാവത്തിൽ നിൽക്കുന്ന ശനിയാണ് ഇവർക്ക് നല്ല അനുഭവത്തെ കൊടുക്കുന്നത്. ശത്രുതയൊന്നുമില്ലാതെ നല്ല അനുഭവത്തെ കൊടുക്കുന്നത് ശനിയാണ്. അപ്പോൾ 6ാം ഭാവത്തിൽ നിൽക്കുന്ന ശനി ഇവർക്ക്, 6ാം ഭാവം എന്ന് പറഞ്ഞാൽ എന്താണ്? രോഗ ദുഃഖ പ്രയാസങ്ങളാണ്. അതായത് രോഗത്താലും ശത്രുതയാലും ധനപരമായ കടബാധകളാലും ഒക്കെ ഭാരപ്പെടുന്നൊരു ഭാവമാണ്. പക്ഷെങ്കിൽ ശനി ഈ 6ാം ഭാവത്തിൽ നിൽക്കുന്നത് കൊണ്ട് ശനിയുടെ സ്വഭാവം എന്താണ്? ശനി എല്ലാത്തിനും തടസ്സം നിൽക്കുന്ന ഒരു ഗ്രഹമാണ്. അപ്പോൾ ഇവർക്ക് നാളത്തെ ദിവസം രോഗത്താൽ ഭാരപ്പെടേണ്ട ആവശ്യമില്ല, കടബാധകളാൽ ഭാരപ്പെടേണ്ട ആവശ്യമില്ല, അതുപോലെ തന്നെ ശത്രുതകളാൽ ഭാരപ്പെടേണ്ട ആവശ്യമില്ല. അതിനെല്ലാം ശനി തടസ്സപ്പെടുത്തി നിൽക്കും. അപ്പോൾ ഇവർക്ക് നേട്ടമാണ് വന്നു ചേരുക എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത്. അപ്പോൾ ഇവർക്ക് ധനവും പ്രഭുത്വവും നേടുമെന്നാണ് ജ്യോതിഷം പറയുന്നത്. പ്രഭുത്വം നേടുമെന്നാണ് പറയുന്നത്. അങ്ങനെ പ്രഭുത്വമൊക്കെ നേടിയിട്ട് നല്ല ആരോഗ്യത്തോടു കൂടി ഈ നാളുകാർ നാളത്തെ ദിവസം ആയിരിക്കും എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. അപ്പോൾ ഇവരുടെ ജീവിതത്തിൽ നാളത്തെ ദിവസം എല്ലാ കാര്യങ്ങളും, ദോഷമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും ഒരു തടസ്സം വന്നു ചേർന്ന് ഇവർ നാളത്തെ ദിവസം സന്തോഷത്തോടും ആരോഗ്യത്തോടും കൂടെ ആയിരിക്കും എന്നുള്ളതാണ് കന്നിക്കൂറുകാർ അറിഞ്ഞിരിക്കേണ്ട കാര്യം. ഇനിയും തുലാക്കൂറാണ്. തുലാക്കൂറിൽപ്പെട്ട ചിത്ര 2 പാദം, ചോതി, വിശാഖ, മുക്കാൽ നാളുകാരെക്കുറിച്ച് ചിന്തിച്ചാൽ അവർക്ക് ചന്ദ്രനും ഗുണം ചെയ്യത്തില്ല, ശനിയും ഗുണം ചെയ്യത്തില്ല. കാരണം ചന്ദ്രൻ 12ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. 12ാം ഭാവത്തിൽ നിൽക്കുന്ന ചന്ദ്രൻ മാനസികവും ശാരീരികവുമായ ക്ലേശങ്ങൾ, ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ, അലസത, തൊഴിൽ തടസ്സം, മാതാവിന് ക്ലേശം, മാതൃദുരിതം അങ്ങനെ കൊടുക്കുമ്പോൾ ശനി പുത്രദുഃഖം, അതുപോലെ തന്നെ പുത്രന്മാരെ കൊണ്ട് വളരെ ക്ലേശിക്കുക, ഭാരപ്പെടുക, അങ്ങനെയുള്ള പ്രതികൂലമായ അനുഭവങ്ങളൊക്കെ ആയിരിക്കും കൊടുക്കുക. അപ്പോൾ നാളത്തെ ദിവസം ഈ 2 ഗ്രഹങ്ങളും ഈ തുലാക്കൂറുകാർക്ക് ഒരു ഗുണവും ചെയ്യത്തില്ല. അപ്പോൾ ഈ തുലാക്കൂറിൽപ്പെട്ട ഒരുപാട് പേർ കണ്ണുനീരും കയ്യുമായിട്ട് ജീവിക്കുന്നൊരു സാഹചര്യം കൂടിയാണ് ഇപ്പോൾ. അവർക്ക് വളരെ ദോഷത്തിൻ്റെ ഒരു സമയമാണെന്നുള്ളതാണ് അറിഞ്ഞിരിക്കുന്നത്. നാളത്തെ ദിവസം അവർക്ക് യാതൊരുവിധ നേട്ടങ്ങളും പ്രതീക്ഷിക്കാൻ പറ്റുന്നൊരു ദിവസമല്ല എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത്. പ്രത്യേകിച്ച് ഈ കൂറുകാരായിട്ടുള്ളവരുടെ
ഒരുപാട് പേരുടെ ജീവിതത്തിൽ ഒരു കാര്യവും നടക്കുന്നില്ല. ഏത് കാര്യത്തിന് ഇറങ്ങി തിരിച്ചാലും കല്ലും തടിയുമാണ്. ശനി 5-ാം ഭാവത്തിൽ നിൽക്കുന്ന ശനി കാര്യതടസ്സം മാത്രമേ, ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, കന്നിക്കൂറുകാരുടെ 6-ാം ഭാവത്തിലാണ് ശനി നിൽക്കുന്നത്. 6-ാം ഭാവം എന്ന് പറഞ്ഞാൽ എന്താണ് ഞാൻ പറഞ്ഞത്? രോഗം, ദുഃഖം, കടം, ശത്രുത എന്നീ ഭാവങ്ങളാണ്. പക്ഷേ ആ ശനി 6-ാം ഭാവത്തിൽ നിൽക്കുന്നത് കൊണ്ട് ശനി അതെല്ലാം ശനിയുടെ സ്വഭാവം എന്താണ്? തടസ്സപ്പെടുത്തുക. അപ്പോൾ ഇങ്ങനെ ശനി അവർക്ക് തടസ്സത്തെ കൊടുക്കുന്നതുകൊണ്ട് അവർക്ക് നാളത്തെ ദിവസം ഹാപ്പിയാണ്. അവരുടെ ജീവിതത്തിൽ ഇതൊന്നും ബാധിക്കത്തില്ല. തടസ്സമാണ് കൊടുക്കുന്നതുകൊണ്ട് അവർക്ക് രോഗം വരത്തില്ല, കടബാധികളെല്ലാം ആശ്വാസം കിട്ടും, ശത്രുതയൊന്നും ഉണ്ടാകത്തില്ല. എല്ലാത്തിനും ശനി അവിടെ കയറി തടസ്സം നിൽക്കുന്നതുകൊണ്ട് ആരും അവരെ ഉപദ്രവിക്കാനോ ശത്രുതയോ ഒട്ടും നാളത്തെ ദിവസം വരത്തില്ല. നാളത്തെ ഒരു ദിവസത്തെ കാര്യമാണ് പറഞ്ഞത്. എന്നാൽ നാളത്തെ ഒരു ദിവസം ഈ തുലാക്കൂറുകാർക്കും എന്താണ്? ശനി തടസ്സത്തെയാണ് കൊടുക്കുന്നത്. ശനി അതുപോലെ തടസ്സത്തെയാണ് കൊടുക്കുന്നത്. പക്ഷേ തുലാക്കൂറുകാരുടെ കാര്യഭാവത്തിലാണ്. അവർ എവിടെ ചെന്ന് തൊട്ടാലും തടസ്സമാണ്. അപ്പോൾ ഒരു കാര്യവും തുലാക്കൂറുകാരെക്കുറിച്ച് നടക്കത്തില്ല. ഈ ദശാകാലത്തിൻ്റെ നേട്ടമുള്ളവർക്ക് മാത്രമായിരിക്കും നാളത്തെ ദിവസം, പ്രത്യേകിച്ച് ചിത്തിര 2 പാദം, അവസാനത്തെ 2 പാദം, ചോതി വിശാഖ 3/4 നാളുകാർക്ക് വന്നു ചേരുക എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്നുള്ളത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി വൃശ്ചികക്കൂറാണ്. വൃശ്ചികക്കൂറിൽപ്പെട്ട വിശാഖം കാല അനിഴം കേട്ട നാളുകാരെ സംബന്ധിച്ച് അവരുടെ 4-ാം ഭാവത്തിലാണ്. ഒരു പാപഗ്രഹമല്ലേ? പാപഗ്രഹം 4-ാം ഭാവത്തിൽ നിൽക്കുന്നു. പക്ഷേ ചന്ദ്രൻ 11-ാം ഭാവത്തിൽ, ലാഭഭാവത്തിൽ കന്നിക്കൂറിൽ നിൽക്കുന്നു. അപ്പോൾ ചന്ദ്രൻ നിൽക്കുന്നതിൻ്റെ 12-ലാണ് കന്നിക്കൂറിൻ്റെ അധിപൻ നിൽക്കുന്നത്. 12-ൽ നിൽക്കുന്ന ബുധൻ വലിയ ദോഷമൊന്നും ചെയ്യത്തില്ല. കീർത്തിയും പ്രശസ്തിയും ഒക്കെ ഉണ്ടാക്കി കൊടുക്കും, പക്ഷേ ധനപരമായ നേട്ടം കൊടുക്കത്തില്ല. അപ്പോൾ വൃശ്ചികക്കൂറുകാർക്ക് നാളത്തെ ദിവസം വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള അഭിപ്രായ വ്യത്യാസമോ തർക്കമോ പ്രശ്നങ്ങളോ കുടുംബസ്വത്ത് സംബന്ധിച്ചുള്ള അഭിപ്രായ വ്യത്യാസങ്ങളോ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടാകാൻ സാധ്യത ഉണ്ടെങ്കിലും കുടുംബസുഖവും ധനപരമായ നേട്ടവും ഉള്ളത് കൊണ്ട് നാളത്തെ ദിവസം ഈ നാളുകാർക്ക് നാളത്തെ ദിവസം ലാഭകരമായ അനുഭവങ്ങളൊക്കെ അവരുടെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാം. അപ്പോൾ അവരുടെ കൂറിൻ്റെ അധിപൻ നേരെ 7-ാം ഭാവത്തിൽ നിൽക്കുന്നത് കൊണ്ട്, വ്യാഴവുമായിട്ട് ചേർന്ന് നിൽക്കുന്നത് കൊണ്ട് വലിയ പരിക്കുകളില്ലാതെ, വലിയ ദോഷമൊന്നുമില്ലാതെ നാളത്തെ ദിവസം കടന്നു പോകുമെന്നുള്ളതാണ് പ്രത്യേകത. ഇനിയും ധനുക്കൂറാണ്. ധനുക്കൂറിൽപ്പെട്ട മൂലം, പുരാട, ഉത്രാടം, കാൽ നാളുകാരെ സംബന്ധിച്ച് 3-ാം ഭാവത്തിലാണ് ശനി നിൽക്കുന്നത്. 3-ാം ഭാവത്തിൽ നിൽക്കുന്ന ശനി നല്ലതേ ചെയ്യത്തുള്ളൂ, ദോഷമായിട്ടൊന്നും ചെയ്യത്തില്ല. നല്ല ആരോഗ്യം കൊടുക്കും, അതുപോലെ തന്നെ സൽസ്വഭാവിയാക്കി മാറ്റും, നല്ല ഗുണകരമായ അല്ലെങ്കിൽ നല്ല ദാമ്പത്യ ജീവിത വിജയത്തെ കൊടുക്കും, ധനം കൊടുക്കും, കുടുംബസുഖം കൊടുക്കും. അങ്ങനെ നല്ല അനുഭവങ്ങൾ നാളത്തെ ദിവസം കൊടുക്കും. പക്ഷെങ്കിൽ അവിടെ 10-ാം ഭാവത്തിൽ നിൽക്കുന്ന ശനി തൊഴിൽപരമായ നേട്ടം കൊടുക്കുകയോ തൊഴിൽപരമായ കാര്യമായ നേട്ടമൊന്നും കൊടുക്കത്തില്ല. കാരണം അത് ബുധൻ്റെ ക്ഷേത്രമാണ്. ബുധൻ ചന്ദ്രനെ ശത്രുവായിട്ട് കാണുന്നു. മാത്രമല്ല ചന്ദ്രൻ നിൽക്കുന്നതിൻ്റെ 12-ലാണ് ബുധൻ നിൽക്കുന്നതും. അപ്പോൾ ധനുക്കൂറുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം തൊഴിൽപരമായ വലിയ നേട്ടമൊന്നും നാളത്തെ ദിവസം ഉണ്ടാകണമെന്നില്ല. എങ്കിലും കുടുംബസുഖവും ധനപരമായ നേട്ടവും സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ മുതലായവരുടെ സഹായ സഹകരണങ്ങളും ഒക്കെ ലഭിച്ച് മനസ്സിന് സന്തോഷം ഉണ്ടാകുന്നൊരു ദിവസമായിരിക്കും നാളത്തെ ദിവസം. നല്ല ആരോഗ്യത്തോടുകൂടെ വസിക്കും എന്നുള്ളതാണ് ജ്യോതിഷം പറയുന്ന കാര്യം. ഇനി മകരക്കൂറാണ്. മകരക്കൂറിൽപ്പെട്ട ഉത്രാടം, മുക്കാൽ, തിരുവോണം, അവിട്ടം 2 പാദം നാളുകാരെ സംബന്ധിച്ച് ശനി 2-ാം ഭാവത്തിൽ നിൽക്കുന്നു. 2-ാം ഭാവത്തിൽ നിൽക്കുന്ന ശനി വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ദോഷം ചെയ്യുന്നൊരവസ്ഥയാണ്. നാളത്തെ ദിവസം വിദ്യാർത്ഥികൾക്ക് കാര്യമായ നേട്ടമൊന്നും പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല. നാളത്തെ ദിവസം ഈ നാളുകാരെ സംബന്ധിച്ച് സ്വന്തം സുഖം നോക്കി കുടുംബത്തിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരനുഭവം അവർക്കും ഉണ്ടാകുമെന്നാണ് പറയുന്നത്. അപ്പോൾ പലരും പണമില്ലാതെ ബുദ്ധിമുട്ടും. 2-ാം ഭാവത്തിൽ ശനി നിന്ന് കഴിഞ്ഞാൽ ധനപരമായ ക്ലേശം ഉണ്ടാകുമെന്നാണ് പറയുന്നത്. ധനം അവരുടെ ജീവിതത്തിൽ വന്നു ചേരത്തില്ല. കന്നിക്കൂറുകാരുടെ കാര്യം പറഞ്ഞല്ലോ, അവർക്ക് 6-ാം ഭാവം രോഗം, ദുഃഖം, ദുരിതം എന്നിവയെല്ലാം ശനി തടഞ്ഞു നിർത്തുന്നത് പോലെ ഈ മകരക്കൂറുകാർക്കും ശനി ഈ ധനം വന്നു ചേരുന്ന അവസ്ഥയെ തടഞ്ഞു നിർത്തും. ശനിയുടെ പരിപാടി എങ്ങനെയാണ്? തടസ്സം നിൽക്കുക എന്നുള്ളത്, എവിടെയും കയറി ബദലായിട്ട് നിൽക്കുക എന്നുള്ളതാണ്. അപ്പോൾ മകരക്കൂറുകാരെ സംബന്ധിച്ച് ശനി ധനസ്ഥിതിക്കും മോശം വരുത്തുമെന്നുള്ളതാണ് ഇവിടെ പറയുന്നത് കാര്യം. അപ്പോൾ ബന്ധുക്കളുമായിട്ട് കലഹമുണ്ടാകുവാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നു. അതുപോലെ തന്നെ സുഹൃത്തുക്കൾ, സഹോദരങ്ങളുമായിട്ട് കലഹമുണ്ടാകുവാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നു. പണമില്ലാതെ പലരും കഷ്ടപ്പെടും. മനസ്സറിയാത്ത കാര്യത്തിന് ശിക്ഷ അനുഭവിക്കും. ചിലർ വീട് വിട്ട് മാറി താമസിക്കേണ്ടി വരും. ചിലർ അന്യദേശങ്ങളിലേക്ക് ഏതെങ്കിലും കാര്യത്തിനായിട്ട് പോകും. അപ്പോൾ അങ്ങനെ ഉള്ള പലവിധമായ പ്രതിസന്ധികൾ അവർക്കുണ്ടാകാം എന്നുള്ളതാണ് ജ്യോതിഷം പറയുന്ന കാര്യം. അപ്പോൾ എന്നാൽ ശനി ജനിച്ച സമയത്ത് ഇഷ്ടഭാവത്തിൽ നിൽക്കുന്നവർക്ക്, അല്ലെങ്കിൽ ശനിയുടെ ദശാകാലത്തുകൂടി കടന്നു പോകുന്നവർക്ക്, ശനി ജനിച്ച സമയത്ത് ഇഷ്ടഭാവത്തിൽ നിൽക്കുന്ന വ്യക്തികൾ ശനിയുടെ ദശാകാലത്തുകൂടി കടന്നു പോകുന്നവരാണെങ്കിൽ അവർക്ക് നേട്ടം ശനി കൊടുക്കും എന്നുള്ളതും മറ്റൊരു പ്രത്യേകതയാണെന്നുള്ളതും മകരക്കൂറുകാർ അറിഞ്ഞുകൊള്ളുക. ഇനി കുംഭക്കൂറാണ്. കുംഭക്കൂറിൽപ്പെട്ട അവിട്ടം 2 പാദം ചതയം പുരട്ടാതി 3/4 നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം അവരുടെ ജന്മഭാവത്തിലാണ് നിൽക്കുന്നത്. ജന്മഭാവത്തിൽ നിൽക്കുന്ന ശനിയെ
ഇവരെ നല്ലവരാക്കുകയും ചെയ്യും, അതുപോലെ തന്നെ ചീത്ത സ്വഭാവം ഉള്ളവരാക്കി മാറ്റുകയും ചെയ്യുമെന്നാണ് ജ്യോതിഷം പറയുന്നത്. അപ്പോൾ ജന്മത്തിൽ നിൽക്കുന്ന ശനിയെ ഈ നാളുകാരെ പലപ്പോഴും ദുഃഖത്തിന് അടിമകളാക്കും. അപ്പോൾ അങ്ങനെയാണ് ഒരു പ്രശ്നം. അവരെ ദുഃഖിപ്പിക്കും, അവർക്ക് വേദനാജനകമായ അനുഭവങ്ങളൊക്കെ കൊടുക്കും. അതുപോലെ തന്നെ സ്ത്രീകൾ, പ്രായക്കൂടുതലുള്ള സ്ത്രീകളുമായിട്ട് ശത്രുത ഉണ്ടാകുന്ന വിധത്തിലുള്ള കാര്യങ്ങളൊക്കെ ഏർപ്പെടുത്തും. അങ്ങനെ ഒരുപാട് പ്രതിസന്ധികൾ കൊടുക്കും. എന്നാൽ ജനിച്ച സമയത്ത് ശനി എന്ന് പറയുന്ന ഗ്രഹം ഇഷ്ടഭാവസ്ഥിതനാണെങ്കിൽ അവർക്ക് വലിയ ദോഷം ചെയ്യത്തില്ല. കാരണം ഇപ്പോൾ ശനി നിൽക്കുന്നത് ശനിയുടെ സ്വക്ഷേത്രമായ കുംഭൻ രാശിയിൽ തന്നെ ആയതുകൊണ്ട് വലിയ ദോഷമൊന്നും ചെയ്യത്തില്ല. എന്നാൽ ചിലരെ സംബന്ധിച്ചു വളരെ പ്രതിസന്ധിയിൽ കൂടിയാണ് അവരുടെ ജീവിതം കടന്നു പോകുന്നത് എന്നുള്ളതും കുംഭക്കുറുകാരെ സംബന്ധിച്ചുള്ള പ്രത്യേകതയാണ്. ഇപ്പോൾ അവരുടെ 4-ാം ഭാവത്തിൽ വ്യാഴം നിൽക്കുന്നതുകൊണ്ട് വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള ചെറിയ നേട്ടങ്ങളൊക്കെ അവരുടെ ജീവിതത്തിലുണ്ട്. കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ ഉണ്ടെങ്കിൽ പോലും നാളത്തെ ദിവസം ചിലപ്പോൾ വേദനാജനകമായ അനുഭവമായിരിക്കാം വന്നു ചേരുന്നത് എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. ചിലർക്ക് നേട്ടവുമായിരിക്കും എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. ഇനിയും മീനക്കൂറാണ്. മീനക്കൂറിൽപ്പെട്ട പൂരുട്ടാതി, കാലത്തുട്ടാതി, രേവതി നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം അവരുടെ 12-ാം ഭാവത്തിൽ നിൽക്കുന്ന ശനിയാണ് അവർക്ക് നാളത്തെ ദിവസം അനുഭവങ്ങളെ കൊടുക്കുന്നത്. 7-ാം ഭാവത്തിൽ നിൽക്കുന്ന ചന്ദ്രനല്ല. ചന്ദ്രൻ ശത്രുക്ഷേത്ര സ്ഥിതിയിലാണ് 7-ാം ഭാവത്തിൽ നിൽക്കുന്നത്. അതുകൊണ്ട് ചന്ദ്രന് ഇവർക്ക് ദോഷം ചെയ്യും. ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ രോഗത്താലും കടബാധകളാലും ഒക്കെ ഭാരപ്പെടുന്നൊരവസ്ഥ, ധനനഷ്ടത്തിന് സാധ്യത, ഒരുപാട് പ്രതിസന്ധികൾ അവരുടെ ജീവിതത്തിൽ നാളത്തെ ദിവസം വന്നു ചേരാം. ചെല്ലുന്നിടത്തൊക്കെ അവർക്ക് വളരെ പ്രതികൂലമായ അനുഭവങ്ങളായിരിക്കും ഉണ്ടാകുന്ന, അവഗണന ഉണ്ടാകും. അതുപോലെ തന്നെ പണമില്ലാതെ കഷ്ടപ്പെടും, എല്ലായിടത്തും തോൽവിയായിരിക്കും. അങ്ങനെ പല വിധത്തിലുള്ള പ്രതിസന്ധികൾ അവർക്ക് ജീവിതത്തിൽ വന്നു ചേരാൻ സാധ്യതയുള്ള ദിവസമാണ്. എന്നാൽ ശനിയുടെ അനുഗ്രഹമുള്ളവർക്ക്, അതായത് ജനിച്ച സമയത്ത് ശനി ഇഷ്ടഭാവസ്ഥിതനാണെങ്കിൽ നാളത്തെ ദിവസം ഇത്രയും കാര്യമായ ദോഷമൊന്നും വരത്തില്ല. അല്ലാത്തവർക്കൊക്കെ രോഗത്താലും ദുഃഖത്താലും ദാമ്പത്യ ജീവിത പ്രശ്നങ്ങളിലൊക്കെ ഇപ്പോൾ അവരുടെ ജീവിതത്തിൽ, ഇപ്പം ഉദാഹരണം പറഞ്ഞാൽ രേവതി നക്ഷത്ര ജാതകൻ ഭാര്യയുമായിട്ട് പിണങ്ങിക്കഴിയുന്ന ഒരുപാട് പേരുണ്ട്. അത് അന്വേഷിച്ച് നോക്കിയാൽ, നമ്മളൊരു സർവേ നടത്തിയാൽ രേവതി നക്ഷത്ര ജാതകർ ഒരുപാട് പേര് ഭാര്യയുമായിട്ട് അഭിപ്രായ വ്യത്യാസത്തിൽ കഴിയുന്നവരുണ്ട്. പ്രത്യേകിച്ച് അവരുടെ ഭാര്യമാർ നേരെ 7-ാം ഭാവമായ, അതിപ്പം ചന്ദ്രൻ നിൽക്കുന്ന അല്ലെങ്കിൽ കന്നി കൂറിൽപ്പെട്ട ഒരു സ്ത്രീയാണ് വിവാഹം ചെയ്തിരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അവർ തമ്മിൽ ശത്രുതയിലാണ് ഇപ്പം പോകുന്നത്. കാരണം അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം, മീനക്കൂറിൻ്റെ അധിപൻ വ്യാഴമാണ്. ഈ വ്യാഴം കന്നിക്കൂറിൻ്റെ അധിപനായ ബുധനെ ശത്രുവായിട്ട് കാണുന്നു. അതൊരു വിഷയം. അപ്പോൾ അങ്ങനെ ഒരു ശത്രുത ഉള്ള സമയത്ത് ഈ 12-ാം ഭാവത്തിൽ ശനിയും കൂടെ നിൽക്കുമ്പോൾ ഈ ശനി ഒരുപാട് ദോഷങ്ങൾ മീനക്കൂറുകാർക്ക് ചെയ്യും. അവിടെയാണ് ഒരു വിഷയം വരുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ അതിനെക്കുറിച്ചൊക്കെ ചിന്തിച്ച് കഴിഞ്ഞാൽ മീനക്കൂറുകാർക്ക് സാമ്പത്തിക നഷ്ടം, ഭാര്യയ്ക്കോ ഭർത്താവിനോ രോഗദുരിതം, അല്ലെങ്കിൽ അവർ തമ്മിൽ അഭിപ്രായ വ്യത്യാസം, ദാമ്പത്യ ജീവിത സുഖക്കുറവ്, അങ്ങനെയുള്ള പ്രതിസന്ധികൾ കൂടിയാണ്. അതുപോലെ തന്നെ ഇവരുടെ തൊഴിൽ മേഖലയിലൊക്കെ പരാജയങ്ങൾ, അങ്ങനെ പ്രതിസന്ധിയിൽ കൂടിയാണ് ഈ നാളുകാരെല്ലാം ഇപ്പോൾ. ഇനി നാളത്തെ ദിവസം പ്രതിസന്ധി ഒന്നും വന്നില്ലെങ്കിൽ അവർ ജനിച്ച സമയത്ത് ശനി എന്ന് പറയുന്ന ഗ്രഹം അവർക്ക് ഇഷ്ടഭാവത്തിലാണ് നിന്നിരുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നക്ഷത്രഫലമായി പറഞ്ഞു തരുവാനുള്ളത്. നാളത്തെ ദിവസം എല്ലാവരെയും മഹാദേവൻ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈ വീഡിയോ കാണുന്ന എല്ലാവരെയും മഹാദേവൻ അനുഗ്രഹിക്കട്ടെ. നാളെ നമ്മുടെ കേരളത്തിൻ്റെ സ്ഥിതി, നാളത്തെ ദിവസം സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ ആയിട്ടുള്ള ശത്രുത കൊണ്ട് പലരും നാളത്തെ ദിവസം കലഹം, അടിപിടി, അതുപോലെ തന്നെ കൊലപാതകം എന്നിങ്ങനെയുള്ള കൃത്യങ്ങളിലൊക്കെ അകപ്പെടാൻ സാധ്യതയുള്ള ദിവസമാണ്. അപ്പോൾ അങ്ങനെയുള്ള പരിസ്ഥിതികളൊക്കെ നാളത്തെ ദിവസം നേരിടാൻ സാധ്യതയുള്ള ദിവസമാണ്. അതുപോലെ തന്നെ പൊതുപ്രവർത്തന മേഖലയിൽ, സാംസ്കാരിക മേഖലകളിൽ, രാഷ്ട്രീയ മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്ന പ്രായമുള്ളവരെ ആദരിക്കാൻ സാധ്യതയുള്ള ദിവസവുമാണ് നാളത്തെ ദിവസം എന്നുള്ളത് മറ്റൊരു പ്രത്യേകതയാണ്. അപ്പോൾ നാളത്തെ ദിവസം കേരളത്തിൽ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും നടക്കുന്നത്. പൊതുവെ സാംസ്കാരിക, രാഷ്ട്രീയ, പൊതുപ്രവർത്തന മേഖലയിലുള്ളവർക്ക് നാളത്തെ ദിവസം അതിൻ്റേതായ ഒരു നേട്ടം, പ്രായമുള്ളവർക്കൊക്കെയാണ് കൂടുതൽ നേട്ടത്തിന് സാധ്യത എന്നുള്ളത് മനസ്സിലാക്കുക. അവരൊക്കെ ഒരു സംഘടനയുടെ പ്രസ്ഥാനത്തിൻ്റെ തലപ്പത്ത് വന്നു ചേരാൻ സാധ്യതയുള്ള ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറഞ്ഞു തരുവാനുള്ള. നാളത്തെ ദിവസം മഹാദേവൻ ഈ വീഡിയോ കാണുന്ന എല്ലാവരും പ്രിയപ്പെട്ടവരെയും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ്. നന്ദി, നമസ്കാരം. മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ്.